എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് സ്വയം വിചാരിക്കുകയും അവളെ ഒന്നിനും കൊള്ളില്ല എന്ന് മറ്റുള്ളവർ വിചാരിക്കുകയും ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാറ്റിനും കൊള്ളാവുന്നവളാണ് എന്ന് തെളിയിക്കുന്ന അത്ഭുതകരമായ ലളിതമായ ജീവിതത്തിൻ്റെ ഉടമ. നമ്മെ എല്ലാവരെയും എപ്പോഴും പ്രചോദിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യുന്ന, അധികമാരും കേട്ടിട്ടില്ലാത്ത ഈ വിശുദ്ധ മരിയ ബർട്ടില്ലയുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഈ അടുത്ത കാലത്താണ്, അതായത് 100 വർഷങ്ങൾ ആയിട്ടേ ഉള്ളൂ വിശുദ്ധ മരിയ ബർട്ടില്ല ജീവിച്ച് കടന്നുപോയിട്ട്. ഇറ്റലിയിൽ ബ്രൻഡോളയിൽ 1888 ഒക്ടോബർ 6 വിശുദ്ധ മരിയ ബർട്ടില്ല ജനിക്കുന്നത്. വിശുദ്ധയുടെ ആദ്യത്തെ പേര് അന്ന ഫ്രാൻസിസ്ക ബൊസ്കാഡിൻ. ബൊസ്കാഡിൻ എന്നത് കുടുംബ പേരാണ്. വിശുദ്ധയുടെ വീട്ടിലെ പേര് അന്നറ്റ് എന്നാണ്. അപ്പൻ ആഞ്ചലോ ബൊസ്കാഡിൻ, അമ്മ മരിയ തെരേസ ബെനത്ത. അപ്പൻ്റെ ജീവിതം നോക്കുമ്പോൾ അപ്പന് ഉത്തരവാദിത്തമില്ലാത്ത, കുടുംബത്തെ മുഴുവൻ വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിന് ഉടമയായിരുന്നു. പക്ഷെ അമ്മ അതിനെല്ലാം വിപരീതമായിട്ട് ഈ അപ്പനെ സ്വീകരിക്കുന്ന, മക്കളെ വളർത്തുന്ന നല്ല ഭാര്യ, നല്ല അമ്മ, നല്ല ദൈവവിശ്വാസി, എല്ലാം അമ്മയായിരുന്നു. അമ്മയുടെ പരിശീലനത്തിൽ നിന്നാണ് കുഞ്ഞ് അന്ന ഫ്രാൻസിസ്കയ്ക്ക് ഈശോയോടുള്ള സ്നേഹം ലഭിച്ചത്. അവൾ ഈശോയെ അറിഞ്ഞ നാൾ മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചരിത്രം പറയുക, മുട്ടിന്മേൽ നിന്ന് കുഞ്ഞു പ്രായത്തിലെ പ്രാർത്ഥിക്കുന്ന അന്ന ഏവരെയും ആകർഷിക്കുന്ന വ്യക്തിത്വമായിരുന്നുവെന്നാണ്. അമ്മയിൽ നിന്ന് പഠിച്ച സുഹൃതങ്ങൾ തൻ്റെ ജീവിതത്തിലുടനീളം അന്ന പകർത്തി. തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് സ്കൂളിൽ പോയി. പക്ഷേ ദൈവം അവൾക്ക് തന്നെക്കുറിച്ചുള്ള അറിവ് നേടാനുള്ള വലിയൊരു കഴിവാണ്, പ്രചോദനമാണ് നൽകിയത് എന്ന് തോന്നും പഠനത്തോടുള്ള അവളുടെ പ്രതിപത്തി കണ്ടാൽ. പഠനം, ബാഹ്യ വിഷയം, ബുദ്ധിപരമായ വിഷയങ്ങളിൽ അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതിനേക്കാൾ വലുത് ഒരിക്കലും നശിക്കാത്ത ഒരു ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ അവൾ അതിലായിരുന്നു ഇൻട്രസ്റ്റ്. മാത്രമല്ല, അന്ന തന്നെ പറയും, എനിക്ക് പഠിക്കാൻ കഴിവ് കുറവാണ്, എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എങ്കിലും അവൾക്ക് അതിനകത്ത് വിഷമമില്ല. ടീച്ചേഴ്സ് പറയും വളരെ മിടുക്കിയാണ്, പഠനത്തിൽ വലിയ മാർക്കൊന്നുമില്ലെങ്കിലും സ്വഭാവത്തിൽ 100-ൽ 100 അവൾക്ക്. മറ്റു കുട്ടികൾക്ക് നല്ല മാർക്ക് ലഭിക്കുമ്പോൾ ഇവൾക്കൊരു വിഷമവുമില്ല. അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യും, അവരെ പ്രോത്സാഹിപ്പിക്കും. തനിക്ക് ദൈവം തന്ന കഴിവുപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കും. അന്ന ചെറുപ്രായത്തിലായിരിക്കുമ്പോൾ തന്നെ അപ്പൻ്റെ പ്രത്യേകത കാരണം അവൾക്ക് കുടുംബത്തിലേറെ വിഷമിക്കേണ്ടി വന്നു. നമ്മൾ നേരത്തെ കേട്ടതുപോലെ തന്നെ മിക്കപ്പോഴും അപ്പം കുടിച്ച് ബഹളം ഉണ്ടാക്കും. അപ്പന് വിപരീതമായിട്ട് നല്ല സ്വഭാവമാണ് അമ്മയുടേതെന്ന് നാട്ടുകാർ പറയുമ്പോൾ അപ്പന് അതിലും വിഷമം. അവൾ എന്നേക്കാൾ വലുതായോ? അപ്പോൾ ഒരു വിദ്വേഷം, അവനവനോട് തന്നെ ഒരു നെഗറ്റീവ് മനോഭാവം. അതിൽ നിന്ന് വളരെ ഒരു ആക്രമണ സ്വഭാവമാണ് അപ്പൻ കാണിക്കുക. അപ്പനെ പേടിച്ചിട്ട് ഈ മക്കളും ഈ ഭാര്യയും അന്നയുടെ അമ്മ എല്ലാവരും അയൽ വീട്ടുകളിലേക്ക് ഓടുന്നു, ചിലപ്പോൾ ഉറങ്ങുന്നത് വരെ അവിടെയാണെന്ന് പറയാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഈ മകൾ ഈ അപ്പനെ വെറുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അന്ന പറയും, പാവം എൻ്റെ അപ്പൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടോ അപ്പനധികം അറിവില്ലാത്തത് കൊണ്ടോ ആണ് അപ്പന് ഈ സ്വഭാവ ദൂഷ്യം വന്നത്. അതുകൊണ്ട് ഞാൻ അപ്പനെ സ്നേഹിക്കുന്നു, ദ്വേഷിക്കുന്നില്ല. അപ്പനെ പലപ്പോഴും സ്നേഹം കൊണ്ട് പ്രീണിപ്പിക്കാനും മാനസാന്തരപ്പെടുത്താനും അവൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷെ സാധിച്ചിട്ടില്ല, അപ്പനിൽ ആ മാറ്റം വന്നിട്ടില്ല. എങ്കിലും അവൾക്ക് ക്ഷമ കുറവില്ല. അവൾ പ്രാർത്ഥിച്ചു. അവൾ പറഞ്ഞു, ഈശോയെ, എന്നെ നിന്നിൽ വളർത്തണമേ, നിന്നെ ആശ്രയിക്കാൻ വളർത്തണമേ, എനിക്ക് ക്ഷമ തരണമേ. ഒരുപക്ഷെ ഈ സ്വഭാവമൊക്കെ ആകാം പിന്നീട് ഒത്തിരിയേറെ നല്ല ഗുണങ്ങൾ അവളിൽ വളരുവാനായിട്ടും അവൾ ശുശ്രൂഷ ചെയ്തിരുന്ന രോഗി ശുശ്രൂഷ രംഗത്തുമൊക്കെ അവളിലൂടെ ഒത്തിരിയേറെ നന്മകൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിച്ചതൊക്കെ ഈ കുഞ്ഞുകാലത്തിൽ ലഭിച്ച നന്മകളിലൂടെയാകാം. ഈശോയോടുള്ള അതീവ സ്നേഹം നിമിത്തം 8-ാം വയസ്സിൽ അന്നത്തെ പതിവിന് വിപരീതമായിട്ട് അവൾക്ക് ആദ്യ കുർബാന സ്വീകരണം ലഭിക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ വിശുദ്ധ കൊച്ചു ത്രേസ്യ ജീവിച്ച് മരിച്ചത്. അന്ന വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ വിശുദ്ധ കൊച്ചു ത്രേസ്യ മരിച്ചിട്ട് 8 വർഷമായി.
അപ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവചരിത്രങ്ങളും വിശുദ്ധരുടെ ജീവചരിത്രങ്ങളൊക്കെ അന്ന കേട്ടു പരിചയമുണ്ട്. അതുകൊണ്ട് അന്നയുടെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് ആ ഒരു സ്പിരിച്വാലിറ്റി. ലളിതമായിരിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുക, ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. 13-ാം വയസ്സായപ്പോഴേക്കും അവിടെ തന്നെ ഇടവകപ്പള്ളിയിലുള്ള മരിയൻ സൊഡാലിറ്റിയിൽ മരിയൻ യൂണിറ്റിലൊക്കെ പങ്കെടുക്കുകയാണ്, അംഗത്വം സ്വീകരിക്കുകയാണ്. മരിയ മക്കൾ എന്നുള്ള ഒരു സംഘടനയിൽ 13-ാം വയസ്സിൽ അന്ന അംഗത്വം സ്വീകരിക്കുകയാണ്. അന്ന് വികാരിയച്ഛൻ ഒരു പുസ്തകം കൊടുത്തു, പ്രയർ പുസ്തകം, വേദോപദേശ പുസ്തകം. അപ്പോൾ അവൾ ആകെ ഇഷ്ടപ്പെട്ടൊരു പുസ്തകം ഇതാണ്. ഈ പുസ്തകം നോക്കിയിട്ട് അന്ന് ലഭിച്ച ആ പുസ്തകം ജീവിതത്തിൽ ഉടനീളം കൂടെ കൊണ്ടു നടന്നു എന്നാണ് പറയുക. സാഹിത്യങ്ങളിലൊക്കെ ഇങ്ങനെ പറയും, ഒരു പുസ്തകം മാത്രം വായിക്കുന്നവരത് നന്നായിട്ട് പഠിക്കും, അനേകം പുസ്തകങ്ങൾ കുറച്ച് മാത്രം വായിക്കുന്നവരേക്കാൾ കൂടുതലായിട്ട്. വിശുദ്ധയുടെ പ്രത്യേകത, വിശുദ്ധ മരിച്ച് 34-ാം വയസ്സിലാണ് മരിക്കുന്നത്. മരിച്ച് അന്ന് ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ പോക്കറ്റിൽ ഈ പുസ്തകം സന്തത സഹചാരിയായിരുന്നു, എന്നും മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നു, മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 13-ാം വയസ്സിൽ കാറ്റഗിസം പഠിപ്പിച്ചു, തൻ്റെ കൂടെയുള്ള അയൽപക്കത്തെ കുട്ടികളെ പഠിപ്പിച്ചു. ടീച്ചർ പറയും, ടീച്ചറുടെ വീട്ടിലെ കുട്ടികളിങ്ങനെ ഒരുമിച്ച് കൂടെ പതിവാണ്, അവിടെയും വരുന്ന മറ്റു കുട്ടികളെ അന്ന ഈശോയെക്കുറിച്ച് പഠിപ്പിച്ചു, വേദോപദേശം പഠിപ്പിച്ചുവെന്ന്. നമ്മൾ കേട്ടതുപോലെ അന്നയുടെ അപ്പൻ ഉത്തരവാദിത്വമില്ലാത്തവനായതുകൊണ്ട് അന്നയ്ക്കധികം സ്കൂളിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല. തൻ്റെ കുടുംബത്തെ പുലർത്താൻ അമ്മയെ സഹായിക്കാനായിട്ട് അന്നയും കൂടി മറ്റു മക്കളേക്കാൾ കൂടുതലായിട്ട് മുന്നിട്ടിറങ്ങേണ്ടി വന്നു. അന്ന പറഞ്ഞു, അമ്മ പേടിക്കേണ്ട, ഞാൻ ഇത്ര വരെ പഠിച്ചല്ലോ, 10 വയസ്സ് വരെ അവൾ സ്കൂളിൽ പോയി, ഞാൻ ഇനി ജോലിക്ക് പൊക്കോളാം. അന്ന പോയിരിക്കുന്ന ജോലികൾ നമ്മൾ കേട്ടാൽ നമ്മൾ വണ്ടറടിക്കും. അലക്ക് ജോലി, അടുക്കള ജോലി, അത് വീട്ടിലെ പറമ്പിലെ ജോലി, വയലിൽ കൃഷി, മുന്തിരിത്തോപ്പിൽ ജോലി, തുന്നൽ, എന്തെല്ലാം ജോലികളൊക്കെയാണോ ചെയ്യാനായിട്ട് പറ്റുക, അറിയാവുന്നതും അറിയാത്തതുമായതൊക്കെ പഠിച്ചെടുത്തിട്ട് അവൾ ചെയ്തപ്പോഴെല്ലാം അവളുടെ മനസ്സ് ഈശോയിലും പ്രാർത്ഥനയിലും തന്നെയാണ്. വയലിലൊക്കെ അവൾ പണിയെടുക്കുമ്പോൾ അകലെയുള്ള പള്ളിയിൽ നോക്കിയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കും എന്ന് അവളുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത്രമാത്രം ദൈവത്തോട് സ്നേഹമാണ്. ഇവളിലെ നന്മ, കോപിക്കാത്ത, ക്ഷോഭിക്കാത്ത, അഹങ്കാരമില്ലാത്ത, എളിമയുള്ള, സുന്ദരിയായ ഇവളുടെ ഈ നന്മകളെല്ലാം കണ്ടിട്ട് ആ പ്രായത്തിൽ മറ്റു യുവാക്കൾ ഇവളെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകമായിട്ടൊരു യുവാവ് ഇവളെ വിവാഹം കഴിക്കുവാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചു. പക്ഷെ അന്ന തൻ്റെ ജീവിതം മുഴുവൻ ആ പ്രായത്തിലെ ഈശോയ്ക്കായിട്ട് മനസ്സിൽ സമർപ്പിച്ച് കഴിഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ യുവാവിന് മനസ്സിലായി, അന്നയുടെ താല്പര്യം എന്നിലല്ല, വലിയ ലക്ഷ്യമാണ്, അവൾ ഈശോയ്ക്കായിട്ട് സമർപ്പിക്കാൻ പോവുകയാണ് എന്നറിഞ്ഞ് ആ യുവാവ് തന്നെ പിൻവാങ്ങി. അന്ന തനിക്ക് തൻ്റെ ജീവിതം ദൈവത്തിനായിട്ട് സമർപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് ദൈവവിളി തിരഞ്ഞെടുക്കുകയാണ്, തന്നെ സമർപ്പിക്കുകയാണ്. സിസ്റ്റേഴ്സ് ഓഫ് ഡൊരേത്തി എന്ന സന്യാസ സഭയിൽ അംഗത്വം സ്വീകരിച്ചു. 18-ാം വയസ്സിൽ സന്യാസ സഭാവസ്ത്രം സ്വീകരിച്ചു. അന്ന അന്ന് മരിയ ബെർട്ടില്ല എന്നുള്ള പേര് സ്വീകരിച്ചു. താൻ വ്രതം സ്വീകരിച്ചതിന് ശേഷം ആദ്യത്തെ 3 വർഷം വെസൻസായിലുള്ള കോൺവെൻറ്റിൽ ലളിതമായിട്ടുള്ള ജോലിയാണ്. അപ്പോൾ അന്ന് തൻ്റെ ഡയറിയിൽ വ്രതം സ്വീകരിച്ചപ്പോൾ, സന്യാസ വസ്ത്രം സ്വീകരിച്ചപ്പോൾ ഇങ്ങനെ എഴുതി, ദൈവമേ, എനിക്ക് നിനക്ക് വേണ്ടി മാത്രം ജീവിക്കണം, എൻ്റെ പേര് കേൾക്കത്തക്ക വിധത്തിലോ ഞാൻ അറിയപ്പെടത്തക്ക വിധത്തിലോ ഞാൻ വലുതാണെന്ന് കാണിക്കത്തക്ക വിധത്തിലോ എന്തെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നിന്ന് അങ്ങനെ പിന്തിരിപ്പിക്കണമേ. അങ്ങനെ എൻ്റെ പേര് ഞാൻ ആഗ്രഹിച്ച് എന്തെങ്കിലും പ്രവൃത്തി ഞാൻ ചെയ്യുന്നതിനേക്കാൾ 1000 വട്ടം മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ സിസ്റ്റർ ബെർട്ടിലായുടെ ഡയറിയിൽ ആൾ ഇടയ്ക്കിടയ്ക്ക് ഡയറി എഴുതും. നല്ല നല്ല ബോധ്യമുള്ള, ആധ്യാത്മികതയുള്ള വാചകങ്ങൾ ഇങ്ങനെ ആ ഡയറിയിൽ നമുക്കിങ്ങനെ കാണാം. അപ്പോൾ ഈ ഒരു ബോധ്യത്തോടുകൂടിയാണ് താൻ കടക്കുന്നത്. ആദ്യമായി ചെന്ന് കോൺവെൻറ്റിൽ ബെർട്ടിലായെ ഏൽപ്പിക്കുന്ന ജോലി അവിടുത്തെ അലക്കു ജോലി, അവിടുത്തെ അടുക്കള ജോലി, അങ്ങനെയുള്ള സാധാ ജോലികളാണ്. എല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഇൻ്റർവെൽ ടൈമിൽ തൻ്റെ ജോലി കഴിഞ്ഞ് ബാക്കി സമയം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോൾ ഉടനെ ഒട്ടും വിശ്രമിക്കാതെ തന്നെ ആൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫുഡൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടും.
ഒരു സമയം പോലും എൻ്റേതല്ല, അതെല്ലാം ദൈവത്തിനു വേണ്ടി മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനാണെന്ന് ഉള്ള മനോഭാവത്തോടെ. അവിടെ വലിയ വിലയൊന്നും മറ്റുള്ളവർ കൽപ്പിച്ചില്ല. സാധാ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തു പോകുന്ന ഒരു സഹോദരി മാത്രമായിട്ടാണ് കൂടെയുള്ളവർ ഈ ബെർട്ടില്ലായെ കരുതിയുള്ളൂ. ബെർട്ടില്ലായ്ക്കും അങ്ങനെ തന്നെയാണ്. താൻ വലിയവളാണെന്നും ഒരിക്കലും മനസ്സിൽ തോന്നിയില്ല. അപ്പോൾ എപ്പോഴും തമ്പുരാനോട് പ്രാർത്ഥിക്കും, തമ്പുരാനെ എൻ്റെ മനസ്സിനെ നിന്നിൽ ഉയർത്തണമേ, എൻ്റെ മനസ്സിനെ നിന്നിൽ ഉയർത്തണമേ എന്ന്. ആ അവസരത്തിൽ ട്രെവീസോ, അതാണ് അവരുടെ ഹോസ്പിറ്റലിൻ്റെ സ്ഥലം, അവരുടെ തന്നെ കോൺഗ്രിഗേഷൻ്റെ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ട്രെവീസോ. അവിടുത്തെ ഹോസ്പിറ്റലിൽ നേഴ്സസ് ഇല്ലാതെ വന്നു. മറ്റ് തരത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ ബെർട്ടില്ലായെ അറിയുന്ന ജനറാളമ്മയ്ക്കും മറ്റുള്ളവർക്കും അറിയാം, ബെർട്ടില്ല നല്ലൊരു ഡെഡിക്കേഷനുള്ള സിസ്റ്ററാണ്, ഒരു സേവന മനസ്ഥിതി ഉണ്ട്. അതുകൊണ്ട് ബെർട്ടില്ലയെ നേഴ്സാക്കാം, ഒരു പരിചയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് അവിടെ അപ്പോയിൻറ്റ് ചെയ്യാം, പ്രാക്ടീസിന് വേണ്ടി അവിടെ ആക്കാം, പഠിക്കുന്നതിന് മുൻപ് തന്നെ എന്ന് പറഞ്ഞിട്ട് ട്രെവീസോയിലെ ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അധികാരി ബെർട്ടില്ലയെ കണ്ടപ്പോൾ, സിസ്റ്റർ ബെർട്ടില്ലയെ കണ്ടപ്പോൾ, ഇതാരത്, നമുക്കിപ്പോൾ വലിയൊരു നേഴ്സിനെ ആവശ്യമായിട്ടിരിക്കുമ്പോൾ ഇത്ര വിവരമില്ലാത്ത, ഇത്ര അറിവ് കുറഞ്ഞ, ഈ വലിയ കഴിവുകളൊന്നും ഇല്ലാത്ത ഈ ബെർട്ടില്ലയെ നമുക്ക് കിട്ടിയാൽ എന്താണ് കാര്യം, നമുക്ക് വേണ്ട. ഉറക്കേം പറഞ്ഞു, പതുക്കേം പറഞ്ഞു, മുഖം കൊണ്ടൊക്കെ സിസ്റ്റർ ബെർട്ടില്ലയുടെ മുമ്പിൽ വെച്ച് അവരിങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ബെർട്ടില്ല പറഞ്ഞു, ഞാനതിന് വേണ്ട, ഞാനിപ്പോൾ എന്താ വേണ്ടത്, ഞാനിപ്പോൾ അടുക്കളയിൽ നിന്നാൽ മതിയോ, ഓക്കെ റെഡി, ഞാൻ അലക്ക് അങ്ങനത്തെ ജോലി മതിയോ, ഓക്കെ റെഡി, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടെ ബെർട്ടില്ല പാചക ജോലിയിലേക്ക് വരികയാണ്. അവിടെ വന്നപ്പോൾ അതിലും പരീക്ഷണം. പാചക ജോലിക്ക് ചാർജുള്ള ആൾ മനഃപൂർവ്വം അപമാനിക്കുന്ന വിധത്തിലുള്ള വർത്താനം, നിനക്ക് എന്നിട്ട് വെക്കാനും അറിയില്ലല്ലോ, ഒന്നും ചെയ്യാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അപമാനിക്കുക. പക്ഷേ ഒന്നും കാണിച്ചൊന്നുമില്ല, എതിർപ്പൊന്നും കാണിച്ചില്ല ബെർട്ടില്ല, ഒരു വിദ്വേഷവും കാണിച്ചില്ല, സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. എനിക്കറിയില്ലെങ്കിൽ എനിക്ക് പഠിപ്പിച്ച് തരണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. ബെർട്ടില്ലയുടെ പ്രത്യേകത, മറ്റുള്ളവർക്ക് എന്താണ് ആവശ്യം, ഇപ്പോൾ അടുക്കളയിലാകുമ്പോൾ അറിയും നല്ല ക്ഷമ വേണം. ചിലർക്ക് ചൂടുള്ള ഭക്ഷണം വേണം, ചിലർക്ക് തണുപ്പുള്ളത്, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എന്താണോ അവർക്ക് വേണ്ടത് അവർക്ക് കൊടുക്കും. അത് അവരിൽ ഈശോയെ കണ്ടുകൊണ്ടാണ്. ചിലർ നേരത്തെ വന്ന് ഭക്ഷണം കഴിക്കും, ചിലർ കുറേ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അവരോട് പറയും, സാരമില്ല, ഒത്തിരി പണിയുള്ളത് കൊണ്ടല്ലേ വരാൻ പറ്റാഞ്ഞത്, വിഷമിക്കണ്ട കേട്ടോ, ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവർക്കും കൊടുക്കും. അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ, സ്പൂണൊക്കെ കഴുകുമ്പം പറയും, ഈശോയെ ഞാനിത് കഴുകുന്നത് പോലെ നീ എൻ്റെ ആത്മാവിനെ കഴുകണം കേട്ടോ. അതുപോലെ തന്നെ അപ്പോൾ ആളുകൾ ചോദിക്കും, നീ എന്തിനാണ് ഇത്ര വൃത്തിയായിട്ട് കഴുകുന്നത്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ചൊക്കെ മതി. അപ്പോൾ ബെർട്ടില്ല പറയും, ഇത് ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ മക്കളല്ലേ, അപ്പോൾ അവർ നല്ല വൃത്തിയുള്ളത് ഉപയോഗിക്കട്ടെ. അങ്ങനെ എന്തിലും ഏതിലും നല്ലൊരു ഡെഡിക്കേഷനോട് കൂടിയാണ് ബെർട്ടില്ല എല്ലാം ചെയ്തിരുന്നത്. ആ ഇടയ്ക്ക് ആ ഹോസ്പിറ്റലിൽ മറ്റൊരു പ്രതിസന്ധി വന്നു. ട്യൂബർകുലോസിസ് ബാധിച്ച അല്ലെങ്കിൽ ഡിഫ്തീരിയ ബാധിച്ച കുട്ടികളുടെ ഒരു പ്രതിസന്ധി. ഒത്തിരിയേറെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഡിഫ്തീരിയ അസുഖം. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, ഇരിക്കാൻ നടക്കാനൊക്കെ ബുദ്ധിമുട്ട്, കൊച്ചുങ്ങൾക്കാണ് ആ ഇടയ്ക്കൊക്കെ അങ്ങനെ വരുന്നത്. അപ്പോൾ അവരെ മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, എത്ര പറഞ്ഞാലും കുട്ടികൾ കേൾക്കില്ല, ദേഷ്യം. അപ്പോൾ ഇങ്ങനെ അസുഖം വന്ന ഉടനെ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അത് തന്നെ കുട്ടികൾക്ക് ഇഷ്ടമല്ല, വീട്ടിൽ നിന്ന് മാറി നിൽക്കണേൻ്റെ. അപ്പോൾ ഇവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? അപ്പോൾ ഇവർക്ക് മനസ്സിലായി, നല്ല സ്നേഹമുള്ള, കരുതലുള്ള, ക്ഷമയുള്ള വ്യക്തിയാണ് സിസ്റ്റർ ബെർട്ടില്ല. അതുകൊണ്ട് സിസ്റ്റർ ബെർട്ടില്ലയെ ആ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ വാർഡിൻ്റെ എല്ലാം ഇൻചാർജായിട്ട് അവർ ഏർപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഡോക്ടേഴ്സ് ഇത് കണ്ടപ്പോൾ ഇങ്ങനെ പറയുകയാണ്, അല്ലെങ്കിൽ അവിടെ മറ്റു നേഴ്സസ് പറയുകയാണ്, ഈ ബെർട്ടില്ലയുടെ പെരുമാറ്റം കണ്ടാൽ ദൈവം സ്വർഗത്തിൽ നിന്ന് വലിയൊരു ദാനവുമായിട്ട് ബെർട്ടില്ലയെ വിട്ടതുപോലെയാണ് നമുക്ക് തോന്നുക. ഒരു മാലാഖയെ പോലെയാണ് ഈ സേവനം ചെയ്യുമ്പോൾ ബെർട്ടില്ലയെ കണ്ടാൽ നമുക്ക് തോന്നുക എന്ന് പല ഡോക്ടേഴ്സും പലരും അങ്ങനെ അഭിപ്രായപ്പെട്ടിരുന്നു. ഒരു ദിവസം ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ശ്വാസം മുട്ടൽ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ അങ്ങനെ ശ്വാസം മുട്ട് വന്നാൽ ട്രാക്യോക്ടമി ചെയ്യണം. അതായത് ഇവിടെ ഇങ്ങനെ ഇവിടെ തുളച്ച് അതിലൂടെ ശ്വസിക്കാനായിട്ട് വേണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുട്ടി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ പെട്ടെന്ന് സിസ്റ്റർ ബെർട്ടില്ല പ്രാർത്ഥിച്ചിട്ട് ഈശോയോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത് ഈശോയെ? അപ്പോൾ ബെർട്ടില്ല ഉടനെ തന്നെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണം, ഇപ്പം തന്നെ ട്രക്കിയോട്ടമി ചെയ്യണം. അപ്പോൾ പേടിയുള്ള ഡോക്ടറിനെ പെട്ടെന്ന് അതുപോലെ ഒരു നിർദ്ദേശം കൊടുത്തിട്ട്, ഞാനും കൂടെ നിൽക്കാം, പേടിക്കണ്ട, ഈശോ സഹായിക്കുമെന്നൊക്കെ പറഞ്ഞ് കൂടെ നിന്നിട്ട് പറയുകയാണ്,
ഈ നേഴ്സിംഗ് ഒന്നും പഠിച്ചിട്ടില്ല, കുറച്ചെല്ലാമായി അറിയുള്ളൂ, അതിൻ്റെ എല്ലാം പ്രാക്ടീസിലേക്ക് അങ്ങനെ കടന്നിട്ടേ ഉള്ളൂ. ഒരു നല്ല ഡോക്ടർ ചെയ്യുന്നതിനേക്കാൾ ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടുകൂടെ ആ ഓപ്പറേഷന് മുൻകൈ എടുക്കാനായിട്ട് ഡോക്ടറുടെ മുന്നിൽ നിന്ന് പോലും നയിക്കാനായിട്ടുള്ളൊരു ധീരത, ദൈവം നൽകിയ ഒരു തൻ്റെ ഇടം ബെർട്ടിലേക്ക് ഉണ്ടായി എന്നാണ്. അങ്ങനെ ആ വാർഡിൽ സന്തോഷവതിയായിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്ന് അവിടെ അവൾക്കും ഒരു രോഗത്തിൻ്റേതായിട്ടുള്ളൊരു അസ്വസ്ഥത, സ്വയം ഒരു ക്ഷീണം അനുഭവപ്പെടുകയാണ്. അതിൻ്റെ ഇടയിൽ ഡിപ്ലോമ പഠിക്കാനൊക്കെ, നഴ്സിംഗ് പഠിക്കാൻ പോകുന്നുണ്ട്. ആ നാളുകളിൽ ഒരു ചെറിയൊരു ക്ഷീണം. അപ്പം ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തു, എന്തോ ഉള്ളിൽ എന്തോ ഒരു ചെറിയ അസ്വസ്ഥതയുള്ളത് പോലെ ഉണ്ട്. എങ്കിലും അല്പമരുന്നിനൊക്കെ ശേഷം അത് സുഖമായി പിന്നെയും ഉഷാറായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ആ ഇടയ്ക്ക് ഒരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഈ ആശുപത്രി, ഈ ട്രെവിസോ ആശുപത്രി മിലിറ്ററിയുടെ കീഴിലായി. അവരിതിൻ്റെ ഭരണം ഏറ്റെടുത്തു, അവരാണ് ഇതിനെ നയിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്കറിയാം, യുദ്ധത്തിൻ്റെ ഒക്കെ ഒരു ഭീഷണി വന്നാൽ എല്ലാ നേരം ഷെല്ലിൻ്റെ ആക്രമണങ്ങൾ, സ്വരം എപ്പോൾ വീഴും എപ്പോൾ കത്തും, അങ്ങനെയുള്ള ഒരു പേടിച്ച. അപ്പം പലരും ഈ ആശുപത്രി മേഖലയിൽ നിന്ന് രക്ഷാർത്ഥം ഓടിപ്പോയി. പല രോഗികൾ മാറിപ്പോയി, വലിയ ഒരുവിധം സുഖപ്പെട്ടവരൊക്കെ മാറിപ്പോയി, വർക്ക് ചെയ്ത പല നേഴ്സസും പോയി, എല്ലാവരും പോയി. പക്ഷെ ബട്ടില പറഞ്ഞു, ഞാൻ പോകുന്നില്ല. ഈ ഡിഫ്തീരിയ ബാധിച്ച കുട്ടികളെ നോക്കി, ഇവിടെയുള്ള എല്ലാ രോഗികളെയും നോക്കി ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞ് ധൈര്യത്തോടു കൂടി അവിടെ നിൽക്കുകയാണ്. കൂടെ നിന്ന ഏതാനും നേഴ്സസും പറഞ്ഞു, ഞങ്ങൾ ഓടി ഒളിക്കുമ്പോൾ, ഒരു സ്വരം കേൾക്കുമ്പോൾ ഞങ്ങൾ ഓടി ഒളിക്കും, പക്ഷെ പേടിയില്ല ബർട്ടിലേക്ക്. ബർട്ടില പറയും, എനിക്ക് ഉള്ളിൽ പേടിയുണ്ടെങ്കിലും ദൈവം കൂടെയുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എത്ര അകലെന്ന് വേണമെങ്കിലും മരുന്ന് കൊണ്ട് കൊടുക്കാനും ആവശ്യമുള്ളത് കൊടുക്കാനൊക്കെ അപ്പോൾ ബർട്ടില തയ്യാറായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വലിയ യുദ്ധത്തിൻ്റെയൊക്കെ ഒരു കെടുതികൾ കുറഞ്ഞു. അപ്പോഴും ഉത്തരവാദിത്വം ബർട്ടിലയ്ക്ക് തന്നെയാണ്. ബർട്ടിലയുടെ സേവനം എല്ലാവർക്കും ഭയങ്കര ആവശ്യമാണ്. പിള്ളേരൊക്കെ ഓടി വരും. അപ്പുറത്തെ വാർഡിലുള്ളവരും ബർട്ടിലയെ കണ്ടാൽ, സിസ്റ്റർ ബർട്ടില ഞങ്ങളെ നോക്കണമെന്ന് പറഞ്ഞിങ്ങനെ വരും. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും യുദ്ധം പുനരാരംഭിക്കുകയാണ്. അവർക്ക് ആ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റാതായി. അപ്പോൾ കുറച്ചകലെയുള്ള മറ്റൊരു സ്ഥലത്തേക്ക് ഇവരുടെ താമസം മാറ്റുകയാണ്. അവിടെ പോയപ്പോഴും അവിടെയും ഇവർക്ക് ചാർജ് കിട്ടിയത്, ബർട്ടിലയ്ക്ക് ചാർജ് കിട്ടിയത് ഈ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് ഉള്ള ഒഫീഷ്യൽസിൻ്റെയാണ്. യുദ്ധത്തിലൊക്കെ മുറിവേറ്റ് പല രോഗങ്ങൾ വന്നിട്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ശുശ്രൂഷ സ്വീകരിക്കുന്ന രോഗികളുടെ ചാർജാണ് ബർട്ടിലേക്ക് ലഭിച്ചത്. അവിടെയും ഏറെ സന്തോഷത്തോടുകൂടെ അവരുടെ പരിചരണം നിർവഹിക്കുവാനായിട്ട് ബർട്ടിലേക്ക് സാധിക്കുകയാണ്. മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഇവർക്ക് മാറ്റം കൊടുക്കുകയാണ്. സെൻറ്റ് ആൻ്റോണിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെയർ സെൻറ്ററിലേക്ക്. അവിടെയും രോഗികളുടെ തന്നെ, ഈ യുദ്ധം കാരണമാണ് എല്ലായിടത്തേക്കും മാറി മാറി പോകേണ്ടി വരുന്നത്. അവിടെയും സെമിനാരിയൻസ്, രോഗികളായ സെമിനാരി, ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് രോഗം വന്നിരുന്ന കാലഘട്ടമാണ്. അവരെ, രോഗികളെയൊക്കെ നോക്കി അങ്ങനെ സംരക്ഷിച്ചു പോകുന്നത്. വീണ്ടും തുടർന്ന് യുദ്ധത്തിൻ്റെ ഭീഷണിയെല്ലാം തീർന്നപ്പോൾ വീണ്ടും ട്രിവേസോ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അപ്പോഴേക്കും ബർട്ടിലയ്ക്ക് ഇപ്പോൾ ഒരു ഏകദേശം 12 വർഷത്തോളമായി ഈ നേഴ്സിംഗ് രംഗത്ത് പഠനം അതിൻ്റെ ഇടയിൽ പൂർത്തിയാക്കി ശുശ്രൂഷ ഇങ്ങനെ നിർവഹിക്കുന്ന, യുദ്ധകാലങ്ങളെല്ലാം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവുകയാണ്. 12 വർഷത്തോളം അങ്ങനെ മുന്നേറുകയാണ്. പെട്ടെന്നൊരു ദിവസം ഒരു ശരീരത്തിലൊരു ബുദ്ധിമുട്ട് ബർട്ടിലേക്ക് അനുഭവപ്പെടുകയാണ്, ഒരു തല ചുറ്റുന്നത് പോലെ. അപ്പോൾ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, തലയിൽ ട്യൂമറിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അത് ഉറപ്പായി. ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യണം. ഓപ്പറേറ്റ് ചെയ്തു. ഓപ്പറേറ്റ് ചെയ്തപ്പോൾ പതിവിന് വിപരീതമായിട്ട് വീണ്ടും ക്ഷീണം കൂടി. അപ്പോൾ എല്ലാവരും, ഒരു ഡോക്ടേഴ്സിന് പേടിയായി, ഇത് അന്ത്യത്തിലേക്ക് പോവുകയാണോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു സംസാരമായി. അപ്പോൾ ബർട്ടില പറഞ്ഞു, എനിക്ക് പേടിയില്ല, മരിക്കാൻ എന്തിനാ പേടിക്കുന്നേ, മരിച്ചാൽ ഈശോയോട് കൂടെ ഒന്നാകാം. നമ്മളെല്ലാവരും അങ്ങോട്ട് പോകാൻ റെഡിയായി കാത്തിരിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണല്ലോ, അതുകൊണ്ട് എനിക്ക് മരണത്തെ പേടിയില്ല. അപ്പോൾ വന്നിരിക്കുന്ന അച്ഛന്മാരും പിതാക്കന്മാരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ബർട്ടില എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? പറഞ്ഞു, ആ വാതിൽ തുറന്നു കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ വാതിൽ എനിക്കായിട്ട് തുറന്നു കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ കൂടെ നിന്നവർ ബർട്ടിലയോട് ചോദിച്ചു, ഞങ്ങളോട് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ബർട്ടില പറഞ്ഞു, എന്ത് ചെയ്യുന്നുവോ അത് മുഴുവൻ ദൈവത്തിന് വേണ്ടി മാത്രം ചെയ്യുക, ഈശോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുക, മറ്റൊന്നിനും വേണ്ടി ഒന്നും ചെയ്യരുത്. അതിനൊരു ഫലവുമില്ല, എല്ലാം ഈശോയ്ക്ക് വേണ്ടി മാത്രം. അതാണ് എപ്പോഴും
ബർട്ടിലായുടെ സന്ദേശമായിട്ട് എല്ലായിടത്തും പ്രചരിക്കുക, ചെയ്യുന്നത് ഈശോയ്ക്ക് വേണ്ടി മാത്രം, മറ്റൊന്നിനു വേണ്ടി എന്തെങ്കിലും ചെയ്താൽ എല്ലാം ശൂന്യം. അതെപ്പോഴും നമുക്ക് ഓർക്കാനുള്ള കാര്യമാണ്. അപ്പോൾ പ്രതിഫലം ദൈവത്തിൽ നിന്ന് മാത്രമാണ്. ബർട്ടില പറഞ്ഞു, നിങ്ങൾ തൊട്ട് മുമ്പ് അൾത്താരയിൽ കത്തിച്ചു വെച്ച തിരി ഇപ്പോൾ കെടുത്തണ്ട കേട്ടോ. അപ്പോൾ ചോദിച്ചാൽ എന്താ അത്? എനിക്ക് പോകാനുള്ള സമയമായി, എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് അന്ത്യകുദാശകളൊക്കെ സ്വീകരിച്ചു. അത് കഴിഞ്ഞപ്പോഴും പറഞ്ഞു, തിരികെ എടുത്തണ്ട, എനിക്ക് നിത്യമണവാളൻ്റെ അടുത്തേക്ക് പോകാനുള്ള സമയമായി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ തൻ്റെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പോവുകയാണ്. ഒക്ടോബർ 20, 1922 തൻ്റെ 34-ാം വയസ്സിൽ, ചെറുപ്രായത്തിൽ. ബർട്ടിലയുടെ ചരിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ കാണുന്നത് നമ്മുടെ അൽഫോൺസമ്മയ്ക്ക് ഈ അതിന് ശേഷമാണ് 1946 മരിക്കുന്നതൊക്കെ. 1910 ജനിക്കുന്നത്. കൊച്ചു ത്രേസ്യ, അവരുടെയൊക്കെ കാലഘട്ടമാണ്. ഏകദേശം ഒരേ സ്പിരിച്വാലിറ്റി, അതായത് സിമ്പിൾ സ്പിരിച്വാലിറ്റി. വിശുദ്ധി എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യുന്നതിലോ ഒത്തിരി വലിയ അസാധാരണ കാര്യങ്ങൾ, അതൊന്നും അല്ല. വളരെ തീക്ഷ്ണതയോടുകൂടെ, സ്നേഹത്തോടുകൂടെ, നല്ല മനസ്സോടുകൂടി എന്ത് ചെയ്താലും അത് ദൈവത്തിൻ്റെ കണ്ണിൽ വളരെ വിലപ്പെട്ടതാണ് എന്ന് കാണിക്കുന്നതാണ് ബർട്ടിലയുടെ ജീവിതം. ബർട്ടിലയുടെ അപ്പച്ചൻ ആ കാലഘട്ടത്തിൽ ഉണ്ട്. അമ്മ നേരത്തെ മരിച്ചുപോയി, ബർട്ടില മരിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി. അപ്പനുണ്ടായിരുന്നു, മരിക്കുമ്പോഴൊക്കെ വന്നു. ഈ മകള് പ്രാർത്ഥിച്ച്, മകള് സ്നേഹത്തോടുകൂടെ കാത്ത് അപ്പനിൽ മാനസാന്തരം വന്നു. ലാസ്റ്റാന്ന് മാത്രം, അധികം അനുഭവിക്കാൻ പറ്റിയില്ല. ലാസ്റ്റാണ് അത് അങ്ങനെ വ്യത്യാസം വന്നത്. അപ്പം പറയുകയാണ്, മരിച്ചപ്പോൾ ഓടി വന്നു, അതിന് മുമ്പ് എത്താൻ പറ്റിയില്ല, ട്രെയിൻ കയറി വരേണ്ടി വന്നു. അപ്പോഴത്തേനും അന്ത്യസമയം എത്തി. അപ്പോൾ ബർട്ടില പറഞ്ഞു, അപ്പം വരുമ്പോഴേക്കും ഞാൻ ഈശോയുടെ അടുത്തെത്തും. അപ്പൻ വന്ന് പറയുകയാണ് മറ്റുള്ളവരോട്, ദൈവത്തിൻ്റെ ദാസി എൻ്റെ മോള്, ഈ മോള് എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു, എന്നെ പ്രതി ഒത്തിരി വിഷമിച്ചു. പക്ഷെ ഇവൾ എന്നോട് ഒരു അല്പം പോലും അസ്വസ്ഥതയോ നീരസവും എന്നോട് കാണിച്ചിട്ടില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അമ്മ പഠിപ്പിച്ചതെല്ലാം ഇവൾ ചെയ്യുന്നതും. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഒന്നും ചെയ്യാൻ പറ്റാതെ, നന്മയില്ലാതെ നീങ്ങി നിൽക്കുകയാണ്. ദൈവഹിതത്തിനെതിരായിട്ട് ചെയ്തതിനെല്ലാം പരിഹാരമായിട്ട് ദൈവം എന്നിൽ നിന്ന് ഇപ്പോൾ അതെല്ലാം നീക്കിക്കളയുന്നു. ആ പരിഹാരം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നു. ഞാനത് ചെയ്യും എന്ന് ഞാൻ പ്രതിജ്ഞയെടുക്കുകയാണ്. ബർട്ടില വാഴ്ത്തപ്പെട്ട പദവിയിലേക്കൊക്കെ ഉയർത്തപ്പെടുമ്പോഴാണ് കുറേ പേര്, അതുപോലെ വിശുദ്ധ പദവിയിലേക്കൊക്കെ ഉയർത്തപ്പെടുന്ന ആ കാലഘട്ടത്തിലൊക്കെ തൻ്റെ കൂടെ ജീവിച്ചിരുന്ന ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു. ബർട്ടില മരിച്ചപ്പോൾ തന്നെ കല്ലറയിൽ ആ വാർഡിൽ, ട്രിവേഴ്സ് ഹോസ്പിറ്റലിലെ വാർഡിൽ, ഇതൊരു മാലാഖയാണ്, ഇത്രയും നാൾ ഞങ്ങളോട് കൂടെയായിരുന്നത് ഒരു മാലാഖയാണെന്ന് പറഞ്ഞ് അവളുടെ സ്മരണാർത്ഥം അവളുടെ ഛായാചിത്രമൊക്കെ അവിടെ സ്ഥാപിച്ചു. ബർട്ടില പ്രാർത്ഥിച്ചിരുന്നത് പോലെ ബർട്ടില മാതാവിനെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കും, മാതാവേ, വെളിപാടോ ദർശനങ്ങളോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ലഭിച്ചില്ലെങ്കിലും നിന്നെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാനുള്ള വലിയൊരു കൃപ തരണമേ എന്ന് എപ്പോഴും മാതാവിനെ നോക്കി ബർട്ടില പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ ജീവിതശേഷമാണ്, മരണശേഷമാണ് ബർട്ടിലയിലൂടെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ. ഉടനെ തന്നെ കുറേ രോഗികൾക്ക് സൗഖ്യം ലഭിക്കുകയാണ് അടുത്ത കൊല്ലങ്ങളിൽ തന്നെ. അതുകൊണ്ട് അധികം വൈകാതെ, സാധാരണ വിശുദ്ധരൊക്കെ കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞാലാണ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന പ്രോസസ്സ് നടക്കുക. 1961, അത് നമ്മുടെ അടുത്ത കാലഘട്ടത്തിലാണ്. 1961 ജോൺ 23 മാർപ്പാപ്പയാണ് ബർട്ടിലയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്നത്. വിശുദ്ധ മരിയ ബർട്ടില. വിശുദ്ധയുടെ ജീവിതം നമുക്കൊക്കെ പ്രചോദനമാണ്. എന്തൊരു സിമ്പിളാണ് ലൈഫ്. ഒന്നിനെക്കുറിച്ചും ടെൻഷൻ വേണ്ട, ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല മനസ്സെപ്പോഴും കീപ്പ് ചെയ്യുക, ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തോട് ചേർന്ന്. അല്ലാതെ കുറേ കഴിവ് അതൊന്നും വേണ്ട. ഒരു കൊച്ചു കാര്യം ചെയ്താൽ മതി, ഒരു കടലാസ് എടുത്താൽ മതി, ഒരു പാത്രം കഴുകിയാൽ മതി, ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ മതി. സ്നേഹത്തെ പ്രതി ചെയ്താൽ വിശുദ്ധയാകാം. അതുകൊണ്ട് വിശുദ്ധ മരിയ ബർട്ടില ഒത്തിരിയേറെ പേരുടെ ഒരു മധ്യസ്ഥയാണ്. നമുക്കറിയാം, നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ മരിയ ബർട്ടിലയുടെ ഒത്തിരിയേറെ വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കും മിക്കവാറും. അതായത് പ്രതിസന്ധികൾ അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം, താഴ്ത്തപ്പെടുമ്പോൾ, അവഗണിക്കപ്പെടുമ്പോഴൊക്കെ. പക്ഷെ അതെല്ലാം ഒരു പ്രശ്നമായിട്ട് പരിഗണിക്കാതെ അതിനൊക്കെ അതിജീവിച്ചു വലിയ കാര്യങ്ങളായിട്ട് നേടി, പ്രതിബന്ധങ്ങളെ യോഗ്യതയായിട്ടും നേടി ശക്തിയായിട്ട് മാറ്റി എന്നുള്ളതാണ് വിശുദ്ധ മരിയ ബർട്ടിലയുടെ ഒരു വലിയ കഴിവ്. അതുകൊണ്ട് മനസ്സിലോ ശരീരത്തിലോ ആത്മാവിലോ ഒക്കെ വേദനിക്കുന്നവർക്ക്
മരിയ ബർട്ടല്ലയുടെ ആ ജീവിത രീതി എന്നും പ്രചോദനമാണ്, മധ്യസ്ഥയും കൂടിയാണ്. എല്ലാവരുടെയും വേദന മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട്. ഇപ്പം നമ്മൾ അമ്മമാർക്ക് വേണ്ടി, അപ്പന്മാർക്ക് വേണ്ടിയൊക്കെ മരിയ ബർട്ടല്ലയോട് പ്രത്യേകം പ്രാർത്ഥിച്ചാൽ അത് നടക്കും. കാരണം എല്ലാ കുടുംബത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും വേദനകളൊക്കെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ മരിയ ബർട്ടല്ല. അതുപോലെ തന്നെ ടി ബിയാൽ വേദനിക്കുന്നവരെ നോക്കിയത് കൊണ്ട് ഡിഫ്തീരിയ അങ്ങനെയുള്ള രോഗങ്ങളുടെ അവരെയൊക്കെ ശുശ്രൂഷിച്ചതുകൊണ്ട് ഈ രോഗികളുടെ മധ്യസ്ഥയാണ്, ഇവരെ ശുശ്രൂഷിക്കുന്നവരുടെ മധ്യസ്ഥയാണ്, കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ്, രോഗി ശുശ്രൂഷകളുടെ മധ്യസ്ഥയാണ്. അന്ന് നമ്മൾ പറഞ്ഞു ഈ വിശുദ്ധ മരിയ ബർട്ടല്ല മരിച്ചപ്പോൾ മരിയ ബർട്ടല്ല പറഞ്ഞിരുന്നു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ പഴയ ഉടുപ്പ് ഇടിച്ചാൽ മതി, ആ കീറിയ ഉടുപ്പ്. അപ്പോൾ അന്നത്തെ സുപ്പീരിയേഴ്സിന് തോന്നി ഇവളൊരു വിശുദ്ധയാണ്. അന്നത്തെ എല്ലാവരുടെയും സംസാരം കേട്ടപ്പോൾ അവർക്കുള്ളിലുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൂടി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കീറി ഉടുപ്പിട്ടിട്ട് ഇപ്പോൾ ഫോട്ടോ എടുത്ത് വെച്ചാൽ ഇത് ഒരു വിശുദ്ധിയാകുമ്പോൾ നമുക്കൊരു നല്ല ഉടുപ്പിടിച്ച് കടത്തണ്ടേ, അതുകൊണ്ട് ഈ ഉടുപ്പ് മാറ്റിയിട്ട് നമുക്ക് നല്ല ഉടുപ്പിടിക്കാന്ന് പറഞ്ഞിട്ട് പഴയ ഉടുപ്പ് മാറ്റിയപ്പോഴാണ് ആ ഉടുപ്പിൽ നിന്ന് അത്രയും വർഷക്കാലം ഉപയോഗിച്ച 13-ാം വയസ്സ് തുടങ്ങി ഉപയോഗിച്ച ആ പ്രയർ ബുക്ക്, ആ വേദോപദേശ ബുക്ക് കിട്ടിയത്. ആ ഉടുപ്പും ആ പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും വിശുദ്ധ മരിയ ബർട്ടല്ലയുടെ റൂമിൽ വിശുദ്ധ തിരുശേഷിപ്പുകളായിട്ട്, വിശുദ്ധ വസ്തുക്കളായിട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് എന്താണോ ലഭിച്ചിരിക്കുന്നത്, അത് ഈ അറിവ്, അത് എന്ത് പ്രാർത്ഥനയാണോ, എന്ത് അറിവാണോ, എന്ത് ദൈവസ്നേഹമാണോ നമുക്ക് ലഭിച്ചത്, അത് നമ്മുടെ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കാനായിട്ട് വിശുദ്ധ മരിയ ബർട്ടല്ലയുടെ ഒരു മധ്യസ്ഥം നമുക്ക് ലഭിക്കട്ടെ. ജീവിതത്തിൽ എന്നും ഏവർക്കും പ്രചോദനം നൽകുന്ന ഏത് ചെറിയ അവസ്ഥകളിലും വലിയ വ്യക്തികൾ, സ്വർഗത്തിലെ വലിയ വ്യക്തികളാകാം എന്നുള്ളൊരു വലിയ സന്ദേശവും പ്രചോദനവും നൽകുന്ന വിശുദ്ധ മരിയ ബർട്ടല്ല നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും നമ്മുടെ എല്ലാ അവസ്ഥകളിലും നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും വിശുദ്ധ മരിയ ബർട്ടല്ലയുടെ എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗീയ മധ്യസ്ഥവും ആശംസിക്കുന്നു.